റിസ്ക് പ്രൊഫൈലിംഗ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. അത് നമ്മൾ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെയ്യും. അത് വ്യക്തികൾ എത്രത്തോളം റിസ്ക് എടുക്കാൻ പറ്റും എന്നുള്ളവരെയും കണ്ടുപിടിക്കുന്നതിനാണ്. അതിനനുസരിച്ചാണ് ആ റിസ്ക് പ്രൊഫൈലിങ്ങിനനുസരിച്ചിട്ടുള്ള അസറ്റ് ക്ലാസ്സുകളായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, അവർക്ക് സജസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു കസ്റ്റമർക്ക് നമ്മൾ എപ്പോഴും കൊടുക്കുന്നത് ഇക്വിറ്റി എലമെൻറ്റിന് കൂടുതൽ വെയിറ്റേജിലായിരിക്കും. കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു കസ്റ്റമർക്ക് നമ്മൾ ഇക്വിറ്റി എലമെൻറ്റ് വളരെ കുറച്ചേ കാണുള്ളൂ. മേ ബി 70% ചിലപ്പോൾ 80% നമ്മൾ വളരെ സേഫ് ആയിട്ടുള്ള ബാങ്ക് എഫ് ടി പോലെ, ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട് പോലെ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഇനി ഈ ലൈഫ് എക്സ്പെക്റ്റൻസി ഇനിയും കൂടിയേക്കാം. കൂടുന്ന സമയത്ത് ഈ ഒരു ലോഞ്ചിവിറ്റി കൂടി വരും. അതുകൊണ്ട് തന്നെ റിട്ടയർമെൻറ്റ് പ്ലാനിങ്ങിനാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ ഇതിനൊരു ഒരു സോഷ്യലായിട്ടുള്ളൊരു ഒരു 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 റീസണും കൂടിയുണ്ട് ഇതിന് ഇമ്പോർട്ടൻസ്. അപ്പോൾ സ്റ്റെപ്സ് ചെയ്യുന്ന സർവീസിൽ ഏറ്റവും ഡിവൈൻഡ് ആയിട്ടുള്ള ഒരു സർവീസ് റിട്ടയർമെൻറ്റ് പ്ലാനിങ് ആണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പോലെ തന്നെയാണ് വെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇനി ഈ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ അവിടെ പോയി കാശ് കൊടുക്കുന്നുണ്ടല്ലോ, ഫീ ആയിട്ടും ഹോസ്പിറ്റലിൽ ബില്ലായിട്ടും അടയ്ക്കുന്നുണ്ടല്ലോ. അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കാശ് വേണം. ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ആദ്യം പറഞ്ഞത് പോയി ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനാണ് ആദ്യം തന്നെ പറയുന്നത്. ഓക്കെ. ഇപ്പൊ ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യം സാറ് പറഞ്ഞല്ലോ, എല്ലാ ആളുകളും ഞാൻ കുറച്ച് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ കുറച്ച് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, കുറച്ച് ഗോൾഡ് ഉണ്ട് എന്ന് പറയും. പക്ഷെ എല്ലാവർക്കും എല്ലാം ചേരണം എന്നില്ല, അല്ലേ? അതെങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ റിസ്ക് പ്രൊഫൈലിംഗ് നടത്തുക? ഞങ്ങൾ ഈ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ മസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് ഒന്നാണ് റിസ്ക് പ്രൊഫൈലിംഗ് ആണ്. ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും. മഞ്ജുവിന് റിസ്ക് എടുക്കാവുന്ന ഒരു കപ്പാസിറ്റി ഉണ്ട്, അതായിരിക്കില്ല എനിക്കുള്ളതായിരിക്കില്ല മറ്റുള്ള ആരും. എന്താ കാര്യം വെച്ചാൽ അയാളുടെ ലൈഫ് സ്റ്റൈല്, അയാളുടെ ഇൻകം ലെവല്, അയാളുടെ ഏജ്, അയാളുടെ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ് ഇതൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, കാശ് ഉണ്ടായിട്ട് റിസ്ക് എടുക്കാത്ത ആൾക്കാരുണ്ടാവും, കാശ് ഒന്നുമില്ലാതെ തന്നെ റിസ്ക് എടുക്കുന്ന ആൾക്കാരുണ്ടാവും. ഇതൊക്കെ ഫ്രം ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ പ്രോസസ്സിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഒന്ന് റിസ്ക് പ്രൊഫൈലിംഗ് ആണ്. ഈ റിസ്ക് പ്രൊഫൈലിംഗ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. എനിക്കിപ്പോൾ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ മഞ്ജുവിനുണ്ടെങ്കിൽ എത്ര റിസ്ക് എടുക്കാൻ പറ്റും എന്നുള്ള കാര്യം അത് അറിയാൻ പറ്റില്ല. അപ്പോൾ മഞ്ജുവിനെ ഞാൻ എത്ര റിസ്ക് എടുക്കുന്നുള്ളത് അറിയാൻ വേണ്ടി പറ്റില്ല. റിസ്ക് എടുക്കാനുള്ള കഴിവ് എന്താണെന്നുള്ള കാര്യം നമ്മൾ റിസ്ക് പ്രൊഫൈലിംഗ് ഒരു ക്വസ്റ്റ്യനെയർ ഉണ്ട്. ഓക്കെ, ഒരു 10-12 ക്വസ്റ്റ്യൻസ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ടാവും. അത് നമ്മളുടെ വില്ലിങ്നെസ്സും കപ്പാസിറ്റിയും മനസ്സിലാക്കിക്കൊണ്ടുള്ളൊരു, അതിനെ കൂടി കമ്പയർ ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻസാണ്, ട്രിക്കി ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചില ആളുകൾക്ക് വില്ലിങ്നെസ് ഉണ്ടാവും, ആഗ്രഹങ്ങളുണ്ടാവും, പക്ഷേ അത് ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല, കാശ് ഉണ്ടാവില്ല. നേരെ തിരിച്ചുണ്ടാവും, നല്ല കപ്പാസിറ്റി പക്ഷേ വില്ലിങ്നെസ് ഉണ്ടാവില്ല. ഇനി കപ്പാസിറ്റി ഉണ്ടാവും, വില്ലിങ്നെസ് ഉണ്ടാവും, അപ്പോൾ അവർ കൂടുതൽ അഗ്രസീവ് ആയിരിക്കും. അപ്പോൾ ഈ 10-12 ക്വസ്റ്റ്യൻസിന് ഈ ക്ലയൻറ്റിൻ്റെ അടുത്ത് ആൻസർ ചെയ്യാൻ വേണ്ടി പറയും നമ്മളുടെ. അപ്പം അയാൾ എന്ത് തരത്തിലാണോ ഇതിന് ആൻസർ ചെയ്തിരിക്കുന്നത്, ഓക്കെ, ആ ആൻസർ ചെയ്യുന്ന രീതിയെ ബേസ് ചെയ്തുകൊണ്ട് ഈ വ്യക്തിയുടെ റിസ്ക് പ്രൊഫൈൽ എന്താണെന്നുള്ള കാര്യം നമ്മൾ കണ്ടുപിടിക്കും. അത് ചിലപ്പോൾ അയാൾ അഗ്രസീവ് ആയിരിക്കാം, ചിലപ്പോൾ കൺസർവേറ്റീവ് ആയിരിക്കാം. കാശ് പറയേണ്ടതായിട്ട് എനിക്ക് റിസ്ക് എടുക്കാനൊന്നും വയ്യ, എൻ്റെ ബാങ്കിൽ മാത്രം കാശ് ഇടുള്ളൂ ഞാൻ എന്ന് പറഞ്ഞാൽ കൺസർവേറ്റീവാണ്. അതിന് അയാൾ ആൻസർ ചെയ്യുന്നതൊക്കെ അതേപോലെ ആയിരിക്കും. മനസ്സിലായില്ലേ? ഇപ്പം ഇല്ല എൻ്റെ അടുത്ത് കുറേ കാശുണ്ട്, ഞാൻ എന്ത് റിസ്ക് എടുക്കാൻ റെഡിയാണെന്ന് വരുത്തവൻ്റെ ആൻസർ ചെയ്യുന്ന രീതിയൊക്കെ അഗ്രസീവിൽ പോയിണ്ടാവും. കുഴപ്പമൊന്നുമില്ല, എനിക്കിപ്പോൾ 40-45 വയസ്സായി, എനിക്കിനിപ്പോൾ പിള്ളേരെ കാര്യങ്ങളൊക്കെ നോക്കണം, വരവൊക്കെ ഉണ്ട്, എനിക്ക് വല്ല റിസ്ക് എടുക്കാൻ പറ്റില്ല, എന്നാലോ കുറച്ച് റിസ്ക് എടുത്ത് ലേശം റിസ്ക് എടുത്തിട്ട് കുറച്ച് കാശ് ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതിനെന്താ ആൾക്കാരെ ശ്രമിച്ച് നോക്കാം. അങ്ങനെയുള്ള ആൾക്കാർ മോഡറേറ്റിൽ വരും. ഇനി മോഡറേറ്റിൻ്റെ അഗ്രസീവിൻ്റെ ഇടയിൽ ഒരു മോഡറേറ്റ്ലി അഗ്രസീവ് എന്ന് പറഞ്ഞൊരു സ്ഥലം, അത് നമുക്ക് വേണമെങ്കിൽ സെഗ്മെന്റ് ആക്കാൻ വേണ്ടി പറ്റും. അതെന്താ വെച്ചാൽ ആളുകളുടെ ഒരു യെസ്. അപ്പോൾ അത് വെച്ചിട്ട് അപ്പോൾ റിസ്ക് പ്രൊഫൈലിംഗ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. അത് നമ്മൾ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെയ്യും. അത് വ്യക്തികൾ എത്രത്തോളം റിസ്ക് എടുക്കാൻ പറ്റും എന്നുള്ളവരെയും കണ്ടുപിടിക്കുന്നതിനാണ്. അതിനനുസരിച്ചാണ് ആ റിസ്ക് പ്രൊഫൈലിങ്ങിനനുസരിച്ചിട്ടുള്ള അസറ്റ് ക്ലാസ്സുകളായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, സജസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു കസ്റ്റമർക്ക് നമ്മൾ എപ്പോഴും കൊടുക്കുന്നത് ഇക്വിറ്റി എലമെൻറ്റിന് കൂടുതൽ വെയിറ്റേജിലായിരിക്കും. കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു കസ്റ്റമർക്ക് നമ്മൾ ഇക്വിറ്റി എലമെൻറ്റ് വളരെ കുറച്ചേ കാണുള്ളൂ. മേ ബി 70% ചിലപ്പോൾ 80% നമ്മൾ വളരെ സേഫ് ആയിട്ടുള്ള ബാങ്ക് എഫ് ടി പോലെ, ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട് പോലെ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും, സേഫർ സാധനങ്ങൾ. ഓക്കെ. ഇപ്പോൾ സ്റ്റെപ്സിനെ കുറിച്ച് വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമാണ് ഫൈനാൻഷ്യൽ പ്രോഡക്ട്സ് സെല്ല് ചെയ്യുന്നില്ല എന്നുള്ളത്. അതുകൊണ്ടുള്ള ഗുണം എന്താണ്? അങ്ങനെ ഒരാൾ സെല്ല് ചെയ്യുന്നില്ലെങ്കിൽ അവിടെ പോകുന്നതുകൊണ്ടുള്ള ഗുണം എന്താണ്? അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനാൻഷ്യൽ പ്ലാനിങ് നമ്മൾ ബേസിക്കലി ഇതൊരു കൺസൾട്ടേഷൻ സർവീസാണ്. നമ്മൾ വ്യക്തികൾ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ വ്യക്തികളുടെ ഫിനാൻഷ്യൽ ഡീറ്റെയിൽ മനസ്സിലാക്കി അങ്ങനെ ഫോളോ ചെയ്യേണ്ട രീതികൾ ഒക്കെ അഡ്വൈസ് ചെയ്ത് കൊടുക്കുന്നതാണ് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ ഒരു കാര്യം. അപ്പോൾ ഞങ്ങൾ കോർ ഇമ്പോർട്ടൻസ് പ്രോഡക്റ്റിന് കൊടുക്കാത്തതെന്ന് വെച്ചാൽ ആ വ്യക്തികൾക്ക് അയാളുടെ റിസ്കിനനുസരിച്ച് പ്രൊഡക്റ്റ് ആയിരിക്കണം കൊടുക്കേണ്ടത്. ഏത് പ്രൊഡക്റ്റ് അയാൾ ഏത് പ്രൊഡക്റ്റ്
ഇൻവെസ്റ്റ് ചെയ്താലാണ് അവരുടെ ആ വ്യക്തിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് യഥാസമയം മീറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള അതിനനുസരിച്ചുള്ള പ്രോഡക്റ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ പ്രോഡക്റ്റിന് പ്രോമിനൻസ് ഇല്ല, പ്രോഡക്റ്റിൻ്റെ ക്ലാസ്സിന് അല്ലെ അസറ്റ് ക്ലാസ് ഏതാണ്, എത്ര കാലത്തേക്ക് അത് ഇൻവെസ്റ്റ് ചെയ്യണം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഗ്രസീവായിട്ടുള്ളൊരു കസ്റ്റമർക്ക് നമുക്ക് ഇക്വിറ്റി കൊടുക്കാം. നേരെ മറിച്ച് നമുക്ക് കൺസർവേറ്റീവായ കസ്റ്റമർ നമ്മൾ വേറെ എന്തെങ്കിലും ആയിരിക്കും നമ്മൾ ഗവൺമെൻറ് സ്പോൺസർഡ് സ്കീമൊക്കെ ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ പ്രോഡക്റ്റ് അല്ല, ഇവിടെ നമ്മൾ വ്യക്തികളുടെ ആ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ്. പ്രോഡക്റ്റ് വിൽക്കുമ്പോഴൊരു പ്രോബ്ലം എന്താണെന്ന് പറയുമോ? പ്രോഡക്റ്റ് വിൽക്കുന്ന സമയത്ത് സംഭവിക്കുന്നത് വെച്ചാൽ ചെറുതായിട്ടൊരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റിൻ്റെ ഒരു എലമെൻറ്റ് വരുന്നുണ്ട്. അതായത് ഞാൻ പ്രോഡക്റ്റ് സെല് ചെയ്യുമ്പോൾ എൻ്റെ ഒരു ചെറിയൊരു ഒബ്ജക്റ്റീവ് ആ പ്രോഡക്റ്റ് സെല് ചെയ്യുന്നതിലേക്ക് ചെറിയതായിട്ടൊരു ഫോക്കസ് ഡൈവേർട്ട് ആകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പക്ഷേ ഇവിടെ ഫോക്കസ് ഞാൻ ചെയ്യുന്നത് പ്രോഡക്റ്റില്ല, ഈ കസ്റ്റമറുടെ റിക്വയർമെൻ്റ് ആണ് ആവശ്യം. അതിനാണ് ഞാൻ എന്ത് വാങ്ങുന്നത്? ഫീസ് മേടിക്കുന്നത്. ഓക്കെ, ആ ഫീസ് മേടിച്ച് വാങ്ങുന്ന പ്രോസസ്സ് ഞാൻ ഇമ്പാർഷ്യലായിട്ട് ചെയ്യണം. ഓക്കെ, കസ്റ്റമർക്ക് ദ ബെസ്റ്റ് പ്രോഡക്റ്റ് എന്താണ്, ദ ബെസ്റ്റ് അസറ്റ് ക്ലാസ് ഏതാണ്, ദ ബെസ്റ്റ് വേ ഹി ക്യാൻ മീറ്റ് ഹിസ് ഗോൾ, ഇതൊക്കെ പറഞ്ഞു കൊടുക്കലാണ് എൻ്റെ ജോലി. ഓക്കെ, അതിനാണ് ഞാൻ ഫീസ് മേടിക്കുന്നത്. അപ്പോൾ ഈ ഫീസ് മേടിക്കുന്ന ഞാൻ കൂടുതൽ റെസ്പോൺസിബിൾ ആവാണ് അല്ലേ. ഈ ഇതേ കസ്റ്റമറാണ് ഞങ്ങളടുത്ത് റിന്യൂ ചെയ്തു വരുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഫോക്കസ് ഒട്ടും പ്രൊഡക്റ്റിലേക്കല്ല, ഏത് പ്രൊഡക്റ്റാണോ ആ പ്രൊഡക്റ്റിൻ്റെ സ്യൂട്ടബിലിറ്റിയിലേക്കാണ് നമ്മൾ ഫോക്കസ് കൊടുക്കുന്നത്. ആ പ്രൊഡക്റ്റ് സ്യൂട്ടബിൾ ആയാലേ ഈ കസ്റ്റമറുടെ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എങ്കിൽ മാത്രമേ ഈ കസ്റ്റമർക്ക് സ്റ്റെപ്സിൽ വീണ്ടും സർവീസ് റിന്യൂ ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ പ്രോഡക്റ്റിൻ്റെ ഒരു ഫോക്കസ് ഇതിൽ കൊടുക്കാറില്ല. ഇല്ല. അപ്പോൾ ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിന് നമ്മൾ സ്റ്റെപ്സിലേക്ക് വരുമ്പോൾ നിങ്ങളായിട്ട് നമ്മുടെ തലയിൽ ഒന്നും അടിച്ചേൽപ്പിക്കില്ല, നിങ്ങൾക്ക് ഏറ്റവും യോജിച്ചത് മാത്രമേ ഞങ്ങൾ തരുള്ളൂ എന്നുള്ളൊരു അതിനേക്കാൾ എല്ലാത്തിലും അതേപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യത്തിൽ ചേർക്കാനുള്ളതെന്ന് വെച്ചാൽ നമ്മളുടെ റെഗുലേറ്റേഴ്സിൻ്റെ ഒരു ഇൻസ്ട്രക്ഷനുണ്ട്. നമ്മളുടെ ഫിനാൻഷ്യൽ അഡ്വൈസ് ഫീ കൊടുത്ത് ഫിനാൻഷ്യൽ അഡ്വൈസ് എടുക്കുന്ന ആളുകൾക്ക് നമ്മൾ അഡ്വൈസ് കൊടുക്കുന്ന പ്രോഡക്റ്റ് വിൽക്കാൻ പറ്റില്ല. അതായത് കസ്റ്റമറെ സെഗ്രഗേറ്റ് ചെയ്യണം. കൺസൾട്ടേഷൻ സർവീസും സെല്ലിങ്ങും ഒരു ക്ലയൻറ്റിന് ഒരേ സമയത്ത് ഒരു വ്യക്തി കൊടുക്കാൻ പറ്റില്ല, ഒരേ എൻറ്റിറ്റിന്ന് കൊടുക്കാൻ പറ്റില്ല. അതൊരു കാര്യം. പക്ഷേ അതിനേക്കാളും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതേപോലെ തന്നെ നമ്മൾ കസ്റ്റമർ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ കൂടുതൽ ഈ ഒരു ഏരിയ അല്ല സർവീസിന് കുറേ കൂടി ഫോക്കസ് കൊടുക്കുമ്പോഴാണ് പ്രോഡക്റ്റ് സെല്ലിങ് നമ്മൾ മാറ്റിയിരിക്കുന്നത്. പ്ലസ് റെഗുലേറ്റേഴ്സിൻ്റെ ഒരു ഇൻസ്ട്രക്ഷനുണ്ട്. ഓക്കെ, ഇപ്പോൾ ഫൈനാൻഷ്യൽ പ്ലാനിംഗ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇത്രയും നേരം സംസാരിച്ചപ്പോൾ നമ്മൾ ഒരുപാട് പ്രാവശ്യം റിട്ടയർമെൻറ്റ് എന്നുള്ള വാക്ക് വന്നു. റിട്ടയർമെൻറ്റ് പ്ലാൻ എന്ന് പറയുന്നത് ഒരു വലിയ ബ്രോഡ് പരിപാടിയാണ്, കുറേ പറയാനുണ്ട്. പക്ഷെ വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ സാറ് വളരെ ക്രിസ്പായിട്ട് എനിക്ക് പറഞ്ഞുതരാണ്. നമ്മൾ റിട്ടയർമെൻറ്റ് പ്ലാനിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പോയിന്റ്സ് പറഞ്ഞാൽ എന്തൊക്കെയാണ് പറയാം? റിട്ടയർമെൻറ്റ് പ്ലാനിങ് വളരെ ഒരു വ്യക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഗോൾ റിട്ടയർമെൻ്റ് ആണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. മുമ്പൊക്കെ കുട്ടികളുടെ കല്യാണം, വീട് വെക്കൽ, ഇതൊക്കെയായിരുന്നു വലിയ പ്രോമിനൻസ് ആളുകളുടെ ഒരു സ്റ്റൈലും ഞങ്ങളെപ്പോഴും നോക്കാറുണ്ട്. അപ്പം മിക്കപ്പോഴും മുമ്പൊക്കെ ഉണ്ടായിരുന്നത് വീട് വെക്കുന്നത്, കുട്ടികളുടെ വിവാഹം, കുട്ടികളുടെ എഡ്യൂക്കേഷൻ എപ്പോഴും പ്രോമിനൻസ് ഉണ്ട്. കുട്ടികളുടെ എഡ്യൂക്കേഷൻ എപ്പോഴും അവർ അതിലൊരു പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ മിക്ക ആളുകൾ ഇപ്പോൾ ഓവർസീസ് ട്രാവൽ, വെക്കേഷൻ, മനസ്സിലായില്ലേ, ഈ വെക്കേഷൻ ഇങ്ങനെയുള്ളതിനൊക്കെ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു സംഭവമാണ് റിട്ടയർമെൻറ്റ് പ്ലാനിങ്. ഞങ്ങൾ പറയാറുണ്ട് റിട്ടയർമെൻറ്റ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജോലി കിട്ടി ആ വർഷം തന്നെ നമ്മൾ ചിന്തിച്ചു തുടങ്ങേണ്ട ഒരു ഏരിയയാണ് റിട്ടയർമെൻറ്റ് പ്ലാനിങ്. എന്താ കാര്യം എന്നറിയോ? ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ലൈഫ് എക്സ്പെക്റ്റൻസി ഭയങ്കരമായിട്ട് കൂടി. ഇൻഡിപെൻഡൻസ് സമയത്ത് നമ്മൾ 1947 ഒരു ആവറേജ് ഇന്ത്യക്കാരൻ്റെ ഒരു ഏജ് എത്രയായിരുന്നു എന്ന് പറയാൻ പറ്റും മനുഷ്യനും? ഇതെവിടെയോ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു 36-40 വയസ്സ് എന്തായിരുന്നു. കറക്റ്റ്, 40 വയസ്സിൽ താഴെ, 37 വയസ്സായിരുന്നു. അതായത് ഒരു ഇന്ത്യക്കാരനെ ശരാശരി ജീവിച്ചിരിക്കുന്നത് 37-38 വയസ്സ് വരെയായിരുന്നു. ഇന്നിപ്പോൾ ഏറ്റവും ലാസ്റ്റ് നടന്ന സർവേയിൽ 74 ഒക്കെ വയസ്സായി. ഇനി കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് എത്രയാണെന്നറിയാം, 80 അടുത്തെത്തി. ഓക്കെ, കേരളത്തിൽ സ്ത്രീകളുടെ ശരാശരി ആയുസ് 81 മുകളിലാണ്, പുരുഷന്മാരുടെ 79-80 എത്തി കഴിഞ്ഞു. അതിൻ്റെ അർത്ഥം 55 വയസ്സിൽ റിട്ടയർ ആയിട്ടുള്ള ഒരു വ്യക്തി പിന്നെ ഒരു 30 വർഷത്തിനടുത്ത് ജീവിക്കണം. അതായത് വർക്കിംഗ് ലൈഫ് ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് നമ്മൾ ജോലി കിട്ടി റിട്ടയർ വരെയുള്ള കാലഘട്ടമാണ് എന്ത് വർക്കിംഗ് ലൈഫ്. ഏതാണ്ട് അത്ര തന്നെ റിട്ടയർമെന്റ് ലൈഫ്. സോ ദ ലൈഫ് എക്സ്പെക്റ്റൻസി ഹാസ് ഗോൺ അപ്പ് ലൈക്ക് എനിത്തിങ്. അതെന്താ കാരണം? നമ്മളെ മെഡിക്കൽ ഫീൽഡിലുള്ള അഡ്വാൻസ്മെൻറ്റ്, നമ്മൾ ആൾക്കാരുടെ ബോധവൽക്കരണം, പിന്നെ അതേപോലെ തന്നെ എല്ലാം അതായി അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈഫ് എക്സ്പെക്റ്റൻസി കൂടിയുകൊണ്ട് നമ്മൾ പോസ്റ്റ് റിട്ടയർമെൻറ്റ് ലൈഫ് കുറേ കാലം ജീവിക്കേണ്ടത്.
വർക്കിംഗ് ലൈഫിൽ നമുക്ക് പ്രശ്നമില്ല, കാരണം നമുക്ക് ഇൻകം ഉണ്ട്. ഇൻകം ഉണ്ട്. മറ്റേടത്ത് നമുക്ക് ഇൻകം ഇല്ല, ഇല്ലാതെ എങ്ങനെ ജീവിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഉണ്ട്, അണ്ടിൽ അൺലെസ് യു മൊബിലൈസ് എ ബിഗ് എമൗണ്ട് ഓഫ് ഫോർ റിട്ടയർമെൻറ്റ്, ദെൻ ഓൺലി യു ക്യാൻ ലീവ് പീസ്ഫുള്ളി. കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞത്? ട്രൂ. അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഈ റിട്ടയർ ചെയ്യുന്ന ഒരു സമയത്ത് വലിയൊരു തുക നമ്മൾ സമാഹരിച്ച് വെക്കണം. ആ കാശ് എടുത്തിട്ട് വേണം, അവിടെയും നേരത്തെ പറഞ്ഞ ഇൻഫ്ലേഷൻ ഉണ്ട് വില്ലനായിട്ട്, അല്ലേ? റിട്ടയർ ചെയ്ത കാലത്ത് റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് വാല്യൂ അതിന് 30 വർഷത്തിന് അതാണ്. അപ്പോൾ അതും കൂടി കണക്കാക്കിയിട്ട് വേണം റിട്ടയർമെൻറ്റ് പ്ലാനിങ്ങിൻ്റെ എമൗണ്ട് ഉണ്ടാക്കിയാൽ. ഞാനൊരു കുറേയും കൂടി വേണമെങ്കിൽ വളരെ വളരെ സിമ്പിളായിട്ട് വേണമെങ്കിൽ ഇതിനത് പറയാം. ഇപ്പം മഞ്ജു പറയാണ്, മഞ്ജു സപ്പോസ് ഇഫ് യു റിട്ടയർ ടുമോറോ, ഐ മീൻ ദിസ് ഇയർ, വാട്ട് വുഡ് ബി യുവർ ലിവിങ് എക്സ്പെൻസ് ചോദിക്കാൻ ഞാൻ. അപ്പോൾ മഞ്ജു പറയും ചിലപ്പം എനിക്കൊരു 25,000 രൂപ ഉണ്ടെങ്കിൽ ജീവിക്കാം, വേറെ ചിലവൊന്നുമില്ലല്ലോ, EMI ഇല്ല, ലോണില്ല, ഒന്നുമില്ല, ആകെ വേണ്ട എന്താണ്, ഭക്ഷണം കഴിക്കണം, പിന്നെ വേറെ കാര്യങ്ങൾ, അത്രയേ ഉള്ളൂ, അത്രയും മെഡിക്കൽ എക്സ്പെൻസ് പറയാണ്. അത് ഇപ്പം മഞ്ജു പറയുന്നത് ഇന്നാണ് പറയുന്നത്. പക്ഷേ റിട്ടയർ ചെയ്യുന്നത് ചിലപ്പോൾ മേ ബി ഇത് 20 വർഷത്തിന് ശേഷമായിരിക്കും റിട്ടയർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ 20 വർഷം കഴിഞ്ഞിട്ടുള്ള റിട്ടയർമെൻറ്റ് എത്രയാവുമെന്ന് മഞ്ജുവിനോട് ചോദിച്ചാൽ മഞ്ജുവിന് ആൻസർ ഇല്ല. മഞ്ജുവിന് പറയാൻ പറ്റുന്നത് ഇന്നാണ്, അല്ലേ? കാരണം മഞ്ജു ഉദ്ദേശിക്കുന്നത് എന്താണ്, 20 വർഷം കഴിയുമ്പം പിന്നെ ഹസ്ബൻഡും ഞാനും ഉണ്ടാവുള്ളൂ, കുട്ടികളുണ്ടെങ്കിൽ അവരൊക്കെ സെപ്പറേറ്റ്, ഐ മീൻ അവരൊക്കെ അവരുടെ ലൈഫായിട്ട് പോയിട്ടുണ്ടാവും. അപ്പം ഞങ്ങൾക്ക് 2 പേർക്കും, ഫോർ മീ ആൻഡ് മൈ സ്പൗസ്, എനിക്ക് ഒരു 25,000 രൂപ മാസം ഇപ്പം കിട്ടുകയാണെങ്കിൽ ഞങ്ങൾക്ക് കുഴപ്പമില്ലെന്ന് ഒരു ഞാനൊരു ഹൈപ്പത്തറ്റിക്കൽ ആയിട്ടുള്ളൊരു ഇത് പറയാം. പക്ഷേ 20 വർഷം കഴിയുമ്പോൾ ആ 25,000-ന് 5% ഇൻഫ്ലേഷൻ കൊടുത്തോന്ന് വിചാരിച്ചോ, ആ 25,000-ന് സ്ഥാനത്ത് ഏതാണ്ട് ഒരു 67,000 രൂപ വേണ്ടി വരും. ഇന്നത്തെ 25,000 അല്ല, റിയലായിട്ട് മഞ്ജു 20 വർഷം കഴിഞ്ഞ് റിട്ടയർ ചെയ്യുമ്പോൾ ഇന്നത്തെ 25,000-ന് പകരം 66,000 രൂപ വേണം, 67,000 രൂപ വേണം. മനസ്സിലായി? എത്ര വേണം? ആ 67,000 വെച്ചിട്ട് പിന്നെ അങ്ങോട്ട് അടുത്ത ഒരു 25 കൊല്ലത്തേക്കുള്ളത് ജീവിക്കണം. അത് വീണ്ടും ഇൻഫ്ലേഷൻ അപ്ലൈ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഞങ്ങളിതിൻ്റെ ഒരു കാൽക്കുലേഷനൊക്കെ എടുത്തു കഴിഞ്ഞ സമയത്ത്, നിങ്ങൾ ഏതെങ്കിലും ഒരു അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ 9% റിട്ടേൺ, ഏറ്റവും മിനിമം ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ഒരു റിട്ടേൺ 9% അപ്ലൈ ചെയ്താൽ പോലും 1.5 കോടി, 1,45,00,000 രൂപ മൊബിലൈസ് ചെയ്താൽ മാത്രമേ, അതായത് 20 വർഷം തീരുന്ന സമയത്ത് റിട്ടയർ ആകുമ്പം മഞ്ജു റിട്ടയർമെൻറ്റ് ഫണ്ടിലേക്കായിട്ട് 1,45,00,000 രൂപ സ്വരൂപിച്ച് വെച്ചാൽ മാത്രമേ ആ 1,45,00,000 രൂപ വെച്ചിട്ട് അടുത്ത എത്ര വർഷം ലൈഫ് എക്സ്പെൻസീവ് മേ ബി ഒരു 25 വർഷം കൂടി ഉണ്ടാവും, ജീവിക്കാൻ വേണ്ടി പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അപ്പം അതൊരു വലിയൊരു കാര്യമാണ്. അപ്പോൾ അപ്പോൾ ഈ 1,45,00,000 രൂപ നമ്മൾ ഉണ്ടാക്കാനുള്ള പണിയാണ് നമ്മൾ നോക്കുക. അപ്പോൾ എപ്പോഴും റിട്ടയർമെൻറ്റ് നേരത്തെ തുടങ്ങാൻ പറയണത് എന്താ വെച്ചാൽ, നേരത്തെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ 1.5 കോടി ഉണ്ടാക്കാനുള്ള മന്ത്ലി റിക്വയർമെൻ്റ് ഉണ്ടല്ലോ, അത് കുറഞ്ഞു വരും. ഇപ്പം ഒരു 40 വയസ്സുള്ള ഒരാളാണെങ്കിൽ അയാൾ 60 വയസ്സിൽ 1.5 കോടി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ, 1,45,00,000 രൂപ മൊബിലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാൾക്കൊരു ഞാൻ അന്ന് എക്സലിൽ ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഒരു 22,000-ഓളം രൂപ മന്ത്ലി അയാൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 9% റിട്ടേൺ കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാൾ 60 വയസ്സാകുമ്പോൾ, അല്ലെങ്കിൽ ഐ മീൻ റിട്ടയർ ചെയ്യുന്ന സമയത്ത് അയാൾക്ക് ഈ കാശ് ഉണ്ടാവും. ഇതേ 40 വയസ്സുള്ള ആള് 30 വയസ്സിൽ തന്നെ ചിന്തിച്ചു വിചാരിച്ചു, അങ്ങനെയാണ് 22,000 വേണ്ട, 13,000 മതി. ഇനി ഇതൊന്നും ചെയ്യാം, റിട്ടയർമെൻറ്റ് എനിക്ക് ബാധകമേ അല്ല, ഞാൻ ഒട്ടും റിട്ടയർ ആകാത്ത ആളാണെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ചിന്തിച്ച് പോയിട്ടുണ്ടെങ്കിൽ 50 വയസ്സായപ്പോഴാണ് അയാൾ ചിന്തിച്ചത് എന്ത്, റിട്ടയർമെൻറ്റിനെ പറ്റിയിട്ട്. അപ്പോൾ അയാൾക്ക് സമയമില്ല, കുറച്ച് കാലമേ ഉള്ളൂ. അയാൾ 47,000-48,000 രൂപ ഇൻവെസ്റ്റ് ചെയ്താലേ എന്ത് ചെയ്യുള്ളൂ, ഈ 1,45,00,000 എത്തുള്ളൂ. അപ്പം നോക്ക്, 3 ഏജ് ഗ്രൂപ്പിലാണ്. മനസ്സിലായില്ലേ? 40 വയസ്സായാൽ 22,000 ഇൻവെസ്റ്റ് ചെയ്താൽ മതി, 30 വയസ്സിൽ 13,000 ഇൻവെസ്റ്റ് ചെയ്താൽ മതി, 50 വയസ്സാകുമ്പോൾ അത് 46,000-47,000 രൂപയായിട്ട് മാറുകയാണ്. അപ്പം നേരത്തെ തുടങ്ങുകയാണെങ്കിൽ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ ഈ മാറിയ സാഹചര്യത്തിൽ ലൈഫ് എക്സ്പെക്റ്റൻസി കൂടിയ സമയത്തും പോസ്റ്റ് റിട്ടയർമെൻറ്റ് ലൈഫിൻ്റെ ഒരു എക്സ്പെക്റ്റൻസി ലോഞ്ചിവിറ്റി കൂടുന്നതിനാലും നമ്മൾ ഈ റിട്ടയർമെൻറ്റ് പ്ലാനിങ്ങിനെ പറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വളരെ വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ നോക്കി കാണേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ സ്റ്റെപ്സിൽ വരുന്ന ക്ലയൻസിൻ്റെ അടുത്ത് പറയുന്നത്, സാർ നിങ്ങൾ ഈ ഗോളൊക്കെ പ്രയോറിറ്റൈസ് ചെയ്തോ, പക്ഷേ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ടത് സാറിന് റിട്ടയർമെൻറ്റിനാണ്. കാരണം എന്താ വെച്ചാൽ, നമുക്കറിയില്ല പോസ്റ്റ് റിട്ടയർ ലൈഫ് എങ്ങനെയാണെന്നില്ല. കാശ് ഉള്ളവർക്ക് തന്നെ ഇപ്പം നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല, ശരിയല്ലേ? കാശുള്ളവർ തന്നെ എത്രയോ സ്ഥലങ്ങളിൽ, ഞാൻ ഇന്നാളൊരു ആർട്ടിക്കിൾ വായിച്ച മനസ്സിലും 2017 ടൈമിൽ കൊച്ചിയിലെ ഒരു മോഡേൺ പെയ്ഡ് ഹോം ഉണ്ടല്ലോ, ഓൾഡ് ഏജ് ഹോം, മോഡേൺ പെയ്ഡ് ഹോം, കാശുള്ളവർക്ക് മാത്രം 30 എണ്ണം മറ്റേ ഉണ്ടായിരുന്നുള്ളൂ 2016. ഇപ്പോൾ ലേറ്റസ്റ്റ് ഡാറ്റ പറഞ്ഞത് 130 എണ്ണമായിട്ട് 125 മറ്റായിന്നാണ് പറഞ്ഞത്, കൊച്ചിയിലും സെൻട്രൽ കേരളയിലും. അതായത് നമ്പർ ഓഫ് പെയ്ഡ് ഹോംസും കൂടി വരാണ്. ഓക്കെ, അത് കാശുള്ളവർക്കാണ്. കാശുള്ളവർ തന്നെ
ഇതേപോലെ പെയ്ഡ് ഓൾഡ് ഏജ് ഹോമിലൊക്കെയാണ് താമസിക്കുന്നത്. കാശില്ലാത്തവരുടെ സ്ഥിതി എന്തായിരിക്കും അപ്പം? അപ്പോൾ ഇനി ഈ ലൈഫ് എക്സ്പെക്റ്റൻസി ഇനിയും കൂടിയേക്കാം. കൂടുന്ന സമയത്ത് ഈ ഒരു ലോഞ്ചിവിറ്റി കൂടി വരും. അതുകൊണ്ട് തന്നെ റിട്ടയർമെൻറ്റ് പ്ലാനിങ്ങിനാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ ഇതിനൊരു ഒരു സോഷ്യലായിട്ടുള്ളൊരു ഒരു ഒരു ബെ- ഒരു ബെ- ഒരു റീസണും കൂടിയുണ്ട് ഇതിന് ഇമ്പോർട്ടൻസ്. അപ്പോൾ സ്റ്റെപ്സ് ചെയ്യുന്ന സർവീസിൽ ഏറ്റവും ഡിവൈൻഡ് ആയിട്ടുള്ള ഒരു സർവീസ് റിട്ടയർമെൻറ്റ് പ്ലാനിങ് ആണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. മനസ്സിലായി മനസ്സിലായി. ഇപ്പം നമ്മളെ ഇപ്പം ഈ ഇത്രയും കാര്യങ്ങൾ അതായത് നമ്മുടെ ഒരു ലൈഫിൻ്റെ മുന്നോട്ടുള്ള ലൈഫ് പ്ലാൻ ചെയ്യാൻ ഒരാളെ ഏൽപ്പിക്കുകയാണല്ലോ ഫിനാൻഷ്യൽ പ്ലാനേഴ്സിന്. അവരുടെ യോഗ്യത എന്താണെന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. അവരവിടെ എന്താണ് ഇവർ നമുക്കിത് പറഞ്ഞു തരുമ്പോൾ ഇവരുടെ യോഗ്യത എന്താണ്? നിങ്ങൾ ഒരു ഫൈനാൻഷ്യൽ സർവീസിൽ ഏർപ്പെട്ടിരിക്കുന്ന ഏത് സ്ഥാപനത്തിൽ പോയാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ നമ്മൾ നോക്കാറില്ല. അവരെന്താണോ പ്രോഡക്റ്റ് പറയുന്നത് നമുക്ക് സൂട്ടബിൾ ആണ് നമ്മൾ വാങ്ങുമ്പോൾ അത്രയും അതെ. നമ്മൾ നോക്കുന്ന നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ്. കൺവിൻസ്ഡ് നമ്മൾ നോർമലി ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള പിന്നെ അഡ്വൈസൊക്കെ സ്വീകരിക്കൽ എവിടുന്ന ഒന്നുകിൽ ഫ്രണ്ട്സ് അല്ലേ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കയറിയിട്ട് ഹൗ ടു ഗൂഗിള് ഗൂഗിൾ കയറുക അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും വല്ല കുറച്ചും കൂടി നമുക്ക് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആരെടുത്തിലൊക്കെ ചോദിക്കുക, ചോദിക്കുക. അല്ലെങ്കിൽ പിന്നെ ചാർട്ടേഡ് അക്കൗണ്ടൻസ് പോലുള്ള പ്രൊഫഷണൽസിനോട് ചോദിക്കുക അല്ലേ. പക്ഷേ ഇപ്പം ആ ഒരു ട്രെൻഡൊക്കെ മാറി. ഇപ്പം ഈ ഫൈനാൻഷ്യൽ പ്ലാനിങ് ചെയ്യാൻ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എല്ലാം കൊണ്ടും പിന്നെ സർട്ടിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മളിപ്പോൾ ഈ സ്റ്റെപ്സിനകത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ റെഗുലേഷൻസ് എന്താ പറയുന്നത് വെച്ചാൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള എക്സ്പീരിയൻസ് വേണം, പിന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്, പ്ലസ് അതിന് പുറമെ സെബി പറയുന്ന 2 എക്സാം ഉണ്ട്. ഓക്കെ, സെബി അഡ്വൈസറി എക്സാം എന്ന് പറയും, ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറി 10A 10B എന്ന് പറയും. ഈ 2 എക്സാം പാസ്സാവണം. ഈ 2 സർട്ടിഫിക്കേഷനാണ്. അതിന് പ്രിപ്പയർ ചെയ്യണം. അത് വളരെ കുറച്ച് ടഫായിട്ടുള്ളൊരു എക്സാമാണ്. അപ്പോൾ ഈ 2 പരീക്ഷ ഇതേപോലെ തന്നെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ പിന്നെ എക്സ്പീരിയൻസ് പ്ലസ് ഈ 2 സർട്ടിഫിക്കേഷനും. ഇതിന് പുറമെ വളരെ പ്രീമിയം ഒരു സർട്ടിഫിക്കേഷൻ ഒന്നുണ്ട്, CFP എന്ന് പറയും, സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനർ എന്ന് പറയും. ഇപ്പോൾ സ്റ്റെപ്സിൽ ഞങ്ങൾ ഒരുപാട് CFP പ്ലാനേഴ്സ് ഞങ്ങളുടെ എവിടെയൊക്കെ സ്റ്റെപ്സ് ലൊക്കേഷൻ ഉണ്ട് അവിടെയൊക്കെ ഞങ്ങൾ സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനേഴ്സിന് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു ഗ്ലോബൽ അക്രഡിഷനുള്ള ഒരു സർട്ടിഫിക്കറ്റാണ്. അതിന് ഇന്ത്യൻ ആമുണ്ട്, ഫിനാൻഷ്യൽ പ്ലാനിങ് സർവീസ് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയും, FPSB എന്ന് പറയും. അവർ കണ്ടക്ട് ചെയ്യുന്ന ഒരു എക്സാമിനാണ്. അതൊരു സീരീസ് ഓഫ് എക്സാമിന് 5ഓളം എക്സാം ഉണ്ട്. കൂടുതൽ നന്നായി പഠിച്ച് അത് പാസ്സായ ആളുകളാണ് ശരിക്കും സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനർ. അപ്പോൾ ഈ CFPക്കാരുടെ ഈ യോഗ്യത മാത്രം മതി ഈ ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്യാനുള്ള കണക്കായിട്ടില്ല. മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ റെഗുലേറ്റേഴ്സ് പറയുന്നതിന് ഉപരി, അതായത് എക്സ്പീരിയൻസ്, അക്കാഡമിക് ക്വാളിഫിക്കേഷൻ, സർട്ടിഫിക്കേഷന് പുറമെ CFP കൂടി കഴിഞ്ഞ ആൾക്കാരെയാണ് സ്റ്റെപ്സിൽ നമ്മൾ വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഫിനാൻഷ്യൽ അഡ്വൈസിന് വരുന്ന അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്യാൻ വരുന്ന കസ്റ്റമേഴ്സിനുള്ള എല്ലാ തരത്തിലുള്ള അവരുടെ സർവീസ് മീറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കോമ്പറ്റൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ആളുകളെയാണ് സ്റ്റെപ്സിലുള്ള. അപ്പോൾ ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. അല്ലേ? ഇപ്പോൾ സാർ തന്നെ പറഞ്ഞു നമുക്ക് ഗൂഗിൾ ചെയ്യാം. ഇതൊന്നും അല്ലാണ്ട് വി ഹാവ് AI അല്ലേ? ChatGPTയോട് വേണമെങ്കിൽ നമ്മുടെ സാലറി സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ChatGPT നമുക്ക് പറഞ്ഞത് ഇങ്ങനെ ചെയ്തോട്ടോ എന്ന് ചിലപ്പോൾ പറഞ്ഞു തരുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയുള്ള സമയത്ത് വൈ ഡു വി നീഡ് ആൻ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ എന്താ പേഴ്സണലൈസ്ഡ് ഫൈനാൻഷ്യൽ പ്ലാനിങ് എന്ന് ചോദിച്ചാൽ സാർ എന്താ പറയുക? അതിന് പെട്ടെന്ന് വരുന്ന ആൻസർ എന്താണെന്നറിയോ? പിന്നെ ഈ ഹോസ്പിറ്റലിൽ ഇപ്പം നമ്മൾ കൊച്ചിയിൽ തന്നെ എത്ര ഹോസ്പിറ്റലുണ്ട്? എൻ്റെ പൊന്നു എണ്ണം പറയില്ല, കുറേ ഉണ്ട്. ഈ ഹോസ്പിറ്റലൊക്കെ നിങ്ങൾ കാലത്ത് ഒരു 10 മണിക്ക് 11 മണിക്കൊന്ന് പോയി നോക്ക്, തിരക്കുണ്ടാവോ? പിന്നില്ലേ? ഫുൾ ടൈം തിരക്കല്ലേ? പിന്നെ തിരക്കല്ലേ? അവിടെ ഇത്ര കുറേ ഡോക്ടേഴ്സ് അല്ലേ? അവനെല്ലാം ChatGPTയിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ കയറി ഹെൽത്തിന്റെ കാര്യത്തിൽ പക്ഷെ അങ്ങനെ ഒരു ചോദ്യം ഇല്ലല്ലോ. അതാണ് ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പോലെ തന്നെയാണ് വെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഇനി ഈ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ അവിടെ പോയി കാശ് കൊടുക്കുന്നുണ്ടല്ലോ, ഫീ ആയിട്ടും ഹോസ്പിറ്റലിൽ ബില്ലായിട്ടും അടയ്ക്കുന്നുണ്ടല്ലോ, അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കാശ് വേണം. മനസ്സിലായി? ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ആദ്യം പറഞ്ഞത് പോയി ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനാണ് ആദ്യം തന്നെ പറയുന്നത്. വളരെ ഇമ്പോർട്ടൻറ്റ് ലെസൺ ആണെന്നേ. അതെ, ട്രൂ അല്ലേ? നിങ്ങളുടെ ഒരു സാധാരണക്കാരന്റെ ബഡ്ജറ്റ് തെറ്റുന്നത് വീട്ടിലൊരു മെഡിക്കൽ എമർജൻസി വരുമ്പോൾ ഒരൊറ്റ ഹോസ്പിറ്റലൈസേഷൻ വന്നാൽ തെറ്റി. അപ്പം ഞങ്ങൾ നേരത്തെ പറഞ്ഞു, ഞാൻ എമർജൻസി ഫണ്ട് എടുത്ത് വയ്ക്കാൻ പറഞ്ഞ പോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് വൺ ഓഫ് ദ അനദർ പ്രയോറിറ്റീസ്. മനസ്സിലായില്ലേ? അപ്പോൾ അവരുടെ അനുസരിച്ച് പ്ലാൻ ഏതാണെന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കും. സാറേ നിങ്ങൾ ചെയ്യേണ്ട പ്ലാൻ ഇതാണ്, നിങ്ങൾ എടുക്കേണ്ട ഇൻഷുറൻസ് ആണെങ്കിൽ ഞങ്ങൾ ലൈഫ് ഇൻഷുറൻസിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഞങ്ങൾ പറഞ്ഞു കൊടുക്കും. അതായത് ഇപ്പം ഞാൻ മെഡിക്കൽ ഇത് നേരത്തെ മഞ്ജു ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. അപ്പം ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ കിട്ടും. എല്ലാ കാര്യം അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഒരു വ്യക്തിയുടെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞാൽ അവർ തരുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രിസ്ക്രൈബ്ഡ് ക്വാളിഫിക്കേഷനും
സർട്ടിഫിക്കേഷനും CFP പോലുള്ള പ്രീമിയം സർട്ടിഫിക്കേഷനൊക്കെ ഉള്ള ആൾക്കാരാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ. അപ്പം നിങ്ങൾക്കൊരു കാര്യം വരുമ്പോൾ നമ്മളിപ്പോൾ പറയാണ് കുറച്ച് കാശ് വന്നു, എന്ത് ചെയ്യണം? ഗൂഗിൾ തരുന്ന ആൻസർ എനിക്കറിയില്ല എത്രത്തോളം, അല്ലേ? അപ്പം നമ്മൾ എന്തൊരു കാര്യത്തിനും, കാരണം ഒരു വ്യക്തിയുടെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കാശ് ഹാൻഡിൽ ചെയ്യുന്ന രീതി. അതെ. അത് അറിവുള്ള ആളുടെ അടുത്ത് ചോദിക്കുക, നേരിട്ട് സംസാരിക്കുക. ഞങ്ങളുടെ അടുത്ത് ക്ലയൻസ് എപ്പോഴും പറയാറുണ്ട്, ഞങ്ങളെ ക്ലയൻസ് എപ്പോഴും പറയാറുള്ള ഒരു കാര്യം, ഞങ്ങൾ ചില ക്ലയൻസൊക്കെ ഓവർസീസ് ക്ലയൻസൊക്കെ ചിലപ്പോൾ പിന്നെ ടീംസിലോ മറ്റേലൊക്കെ ഓൺലൈൻ മീറ്റിങ്ങിലൊക്കെ ആയിരിക്കും വരിക. പക്ഷെ നാട്ടിലുള്ള ക്ലയൻസ്, ഇപ്പോൾ ലോക്കൽ ക്ലയൻസ് ആണ് പറയാം, നേരിട്ട് വന്ന് കാണണം. ആ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒന്ന് നേരിട്ട് വന്ന് ഓഫീസിൽ കാണാൻ പറ്റുമോ? യു വോണ്ട് ബിലീവ്, ഞങ്ങളെ കോർപ്പറേറ്റ് ഓഫീസിലാണ് ഞാനൊക്കെ ഇരിക്കുന്നത്. ഈവൻ എൻ്റെ കൂടെ എൻ്റെ ടീമിൽ തന്നെ കുറച്ച് സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനേഴ്സൊക്കെ ഉണ്ട്. അവരെ നേരിട്ട് മീറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങളുടെ താഴെ ലോബിയിലുള്ള പിന്നെ ലോബിയിൽ വന്നിട്ട് ആൾ മീറ്റ് ചെയ്യാറുണ്ട്. പ്രൈവറ്റ് മീറ്റിംഗ് റൂമിൽ മീറ്റ് ചെയ്യാറുണ്ട്, വെയിറ്റ് ചെയ്തിട്ട് കാണാറുണ്ട്. അതെന്തുകൊണ്ടാണ്? അവരെ കണ്ട് നേരിട്ട് കണ്ട് സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്, അല്ലേ? ഡോക്ടറെ അടുത്ത് സംസാരിച്ചിട്ട് ഡോക്ടർ തരുന്നതും, അല്ലേ, ആ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ എപ്പോഴും ഇങ്ങനത്തെ ഒരു കാര്യം പേഴ്സണലൈസ്ഡ് ആവുന്ന സമയത്ത്, അതുകൊണ്ടാണ് ഈ സ്റ്റെപ്സ് സക്സസ് ആവുന്നുള്ള ഒരു റീസൺ എന്താ വെച്ചാൽ പേഴ്സണലൈസ്ഡ് ആയിട്ട് സർവീസ് കിട്ടുന്നുണ്ട്. കൊടുക്കുന്നുണ്ട്. അതെ അതെ, അവരെ മൊത്തത്തിലൊന്ന് അനലൈസ് ചെയ്തിട്ടാണ്, തീർച്ചയായിട്ടും. അല്ല നമ്മൾ അതല്ല, മിക്ക ആളുകളും വരുന്നത് ഇൻഡിവിജ്വൽ ആയിട്ടല്ല, ചിലപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫൊക്കെ ആണ്. കാര്യം എന്താ വെച്ചാൽ ഇവർ രണ്ടുപേരും കൂടി ഇൻകം ക്ലബ് ചെയ്തിട്ട് ചിലവർ പ്ലാൻ ചെയ്യും. ഒരുവിധം എല്ലാ ഫിനാൻഷ്യൽ ഗോൾസും ഇവർക്ക് കോമൺ ആയിട്ട് ഫാമിലിക്ക് വേണ്ടതാണ്. ഇപ്പോൾ കുട്ടികളുടെ എഡ്യൂക്കേഷൻ, വെക്കേഷൻ, അവരുടെ കല്യാണം, മനസ്സിലായില്ല? അപ്പോൾ ഇതൊക്കെ അപ്പോൾ ഇവർക്ക് കോമൺ ആയിട്ട്, അപ്പോൾ ഇവർക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എപ്പോഴും നമ്മൾ നേരിട്ട് സംസാരിക്കുന്നതും എന്നിട്ട് തീരുമാനം എടുക്കുന്നതും വലിയൊരു വ്യത്യാസമുണ്ട്. ഞങ്ങൾ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് ഒരു 3 മീറ്റിങ്ങോളം, 3-4 മീറ്റിംഗ് ഉണ്ടാവും ഇൻവെസ്റ്റേഴ്സായിട്ട്. അപ്പോൾ ആ മീറ്റിങ്ങിൻ്റെ ഇടയിൽ മിക്കപ്പോഴും ഈ സ്ട്രാറ്റജി ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്തായാലും പേഴ്സണലി കാണണം. കാരണം അവരുടെ കൺസേൺസ് അവർക്ക് അറിയിക്കണം. ChatGPTക്ക് കൺസേൺസ് അറിയിച്ചു കഴിഞ്ഞാൽ കിട്ടുമെന്നുള്ള എനിക്കറിയില്ല. കിട്ടില്ല. ഓക്കെ. ഇപ്പം പിന്നെയും ആളുകൾ പേഴ്സണലൈസ്ഡ് ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിലേക്കൊക്കെ വരുന്നുണ്ടല്ലോ. ഏറ്റവും കൂടുതൽ സ്റ്റെപ്സിലേക്ക് വരുന്ന നിങ്ങളുടെ ക്ലയൻസ് ഏറ്റവും കൂടുതൽ ആരൊക്കെയാണ്? സ്റ്റെപ്സിൽ ഡിഫറെൻറ്റ് കാറ്റഗറിയിൽ എല്ലാ ഗ്രൂപ്പിൽപ്പെട്ടുള്ള ആൾക്കാരും വരുന്നുണ്ട്. ഇൻകമുള്ള ആൾക്കാരായിരിക്കും വരുന്നത്. അധികം മിക്കവാറും പ്രൊഫഷണൽസ് കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, ഐ ടിന്ന് വലിയൊരു സെഗ്മെൻറ്റ് ആൾക്കാരുണ്ട്. പിന്നെ NRIs ആണ് പിന്നെ വേറൊരു വലിയൊരു വിഭാഗം ആൾക്കാർ. NRI കാരണം അവർക്ക് നാട്ടിൽ വരുമ്പോൾ സെറ്റിൽ ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ അങ്ങനെ ഒരു ഇതും കൂടിയുണ്ട്. അപ്പം ഇത്രയും ആൾക്കാർ, അത്രയും ആൾക്കാരും വരുന്നുണ്ട് അല്ലേ? NRI കസ്റ്റമേഴ്സ് ഒരുപാട് ഉണ്ടോ? ഞങ്ങളുടെ കസ്റ്റമേഴ്സ് ഗ്രൂപ്പിൽ NRIs ഒരു വലിയൊരു സെഗ്മെൻ്റാണ്. ഓക്കെ. NRIs പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇപ്പം നാട് വിട്ടുപോയി കാശുണ്ടാക്കുന്നു. ആ കാശിൽ നിന്ന് വലിയൊരു അളവ് നാട്ടിലേക്ക് അയച്ചു കൊടുക്കുന്നു ചിലവിനായിട്ടും. അവർക്ക് അവിടെ ചിലവുണ്ട്. മിച്ചം പിടിക്കുന്ന എത്രത്തോളം ഉണ്ടെന്നുള്ള അറിയില്ല, ഉള്ള ആൾക്കാരുണ്ട്. പക്ഷെ അതും പലപ്പോഴും അവർ ഒരു വരവ് നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ചിലവഴിക്കുക, പിന്നെ പോയിട്ട് തീരും, പിന്നെ പോയിട്ട് വീണ്ടും മൊബൈൽ ചെയ്യാം. അപ്പോൾ എല്ലാവരുടെയും കോമൺ ആയിട്ടുള്ള NRIസിൻ്റെ ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ സേഫായിട്ട് നിൽക്കണം. നേരത്തെ റിട്ടയർമെൻറ്റ് പ്ലാനിങ് നമ്മൾ നേരത്തെ മറ്റുള്ളവർക്ക് പറഞ്ഞു. NRIസിന് ഒരു തരത്തിൽ റിട്ടയർമെൻറ്റ് പ്ലാനിങ് ആണ്. പക്ഷേ റിട്ടയർമെൻറ്റ് പ്ലാനിങ് എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് അടുത്ത സ്റ്റേജ് തുടങ്ങണം. അവർ നാട്ടിൽ വന്നിട്ട് എന്തെങ്കിലും ഒരു വെഞ്ചർ, മനസ്സിലായില്ലേ? എന്തെങ്കിലും എനിക്ക് നാട്ടിലൊരു ബിസിനസ് തുടങ്ങണം, അല്ലെങ്കിൽ നാട്ടിൽ എന്തെങ്കിലും വല്ല റെൻറ്റിന് കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും പ്രോജക്റ്റ് കാര്യങ്ങളോ ചെയ്യണം, അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് ഒട്ടും കുറയാതെ നാട്ടിൽ വന്ന് ജീവിക്കണം. അപ്പം ഞാൻ ഇവിടെ നാട്ടിലെത്തുന്ന സമയത്ത് എനിക്ക് ഒരു കുറച്ച് കാശുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും തുടങ്ങാൻ വേണ്ടി പറ്റൂ. അപ്പം ഞാനൊരു 10 വർഷം കൂടി ഞാൻ ഇവിടെ UAE ഉണ്ടാവും. ആ 10 വർഷം കൊണ്ട് എനിക്ക് ഇത്ര ഇൻകം ഒക്കെ ഉണ്ട്. ഓക്കെ, ഞാൻ ഏതൊക്കെ മേഖല ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എത്ര കാശ് സേവ് ചെയ്യാൻ പറ്റും, ഏതൊക്കെ അസറ്റ് ക്ലാസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും കാശിൽ ഉണ്ടാക്കാൻ വേണ്ടി വരും, വിൽ ഇറ്റ് ബി സഫിഷ്യൻറ്റ് ഫോർ മീറ്റിംഗ് മൈ ഫ്യൂച്ചർ ഗോൾസ്? അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ സ്വാഭാവികമായിട്ട് ഏതൊരു NRIക്കും മനസ്സിൽ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം നാട്ടിൽ വന്ന് കംഫർട്ടായിട്ട് സെറ്റിൽ ചെയ്യാൻ എനിക്ക് എത്ര കാശ് വേണ്ടി വരും, പിന്നെ ഇതിനിടയ്ക്ക് തന്നെ നാട്ടിലുള്ള ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ് വേറെയുണ്ട്, ഗോളുകൾ വേറെയുണ്ട്. അപ്പോൾ ഇതെല്ലാം മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? കാരണം ഇവർക്ക് കാശ് വരുന്നവരാണ്, കാശ് ചിലവഴിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ അഗൈൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മളൊരു ഡിസിപ്ലിൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് NRIs ഉണ്ട്. അപ്പോൾ NRIസിൻ്റെ വലിയൊരു വിഭാഗം ഞങ്ങളെ കസ്റ്റമേഴ്സ് ഉണ്ട്, ഒരുപാടുണ്ട്. ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഫെസിലിറ്റി അവരുടെ ഈ ഒബ്ജക്റ്റീവ്സിൽ ഫൈനാൻഷ്യൽ ഗോൾ പ്ലാനിങ് വരുന്ന സമയത്ത് അവരുടെ NRIസിന് സ്പെസിഫൈ ആയിട്ടുള്ള ചില ഏരിയാസ് അത് ഞങ്ങൾ അത് കൂടുതൽ ഫോക്കസ് കൊടുക്കും.
ആ അപ്പൊ അവർക്ക് ഈ പറഞ്ഞ മാതിരി ഓൺലൈനാണ് മീറ്റിംഗ് കാര്യങ്ങളും. അവർക്ക് ഓൺലൈനാണ് മീറ്റിംഗ്. ചില ആൾക്കാർ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ വന്ന് കാണും. മിക്കവാറും ഓൺലൈൻ തന്നെ ആയിരിക്കും. എന്തായാലും ഒരുപാട് ആൾക്കാർ ഇപ്പൊ ആ ഒരു മേഖല നല്ല സീരിയസ് ആയി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായും. ഇനി ചിന്തിക്കാത്തവരോട് സാറിന് എന്താ പറയാനുള്ളത്? അതായത് ഇത്രയും കേട്ടിട്ടും അതിനെപ്പറ്റി ചിന്തിച്ച് തുടങ്ങാത്ത ആളുകളോട് സാറിന് എന്താ പറയാനുള്ളത്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾക്ക് പിന്നെ ഒരേ ഒരു ലൈഫേ ഉള്ളൂ. ലൈഫ് എക്സ്പെക്റ്റൻസി കൂടി വരികയാണ്. കാശില്ലാതെ ഒരു കാര്യം നടക്കില്ല. കാശ് വന്നുകൊണ്ട് മാത്രം എല്ലാം ആയിന്ന് വിചാരിക്കാൻ പാടില്ല. ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല, അത് വൃത്തിയായിട്ട് ഉപയോഗിക്കാനും പറ്റണം. അപ്പം അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും അതൊന്ന് സ്ട്രീംലൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫൈനാൻഷ്യൽ പ്ലാനിങ് ചെയ്യണം. അത്രേ ഉള്ളൂ. ആസ് സിമ്പിൾ ആസ് ദാറ്റ് അല്ലേ? ഒരുപാട് പേഴ്സണലൈസ്ഡ് ഫൈനാൻഷ്യൽ പ്ലാനേഴ്സ് ഉണ്ടാവും. നമുക്കറിയാവുന്നവരും നമുക്ക് അറിയാത്തവരും ഒക്കെ ആയിട്ട് ഒരുപാട് പേരുണ്ടാവും. വൈ ജിയോജിത് സ്റ്റെപ്സ് എന്ന് ചോദിച്ചാൽ സാർ എന്താ പറയാ? പ്രധാനമായും ജിയോജിത് ഫൈനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറി ആമാണ് സ്റ്റെപ്സ്. ഏതാണ്ട് 40 വർഷക്കാലത്തോളം ഇന്ത്യയിലെ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള ധനകാര്യ സേവന സ്ഥാപനമാണ് ജിയോജിത്. ജിയോജിത്ത് തുടങ്ങിയിട്ടുള്ള ഫൈനാൻഷ്യൽ പ്ലാനിങ് ഡിവിഷനാണ് സ്റ്റെപ്സ്. ദാറ്റ് ഈസ് നമ്പർ 1. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ പ്ലാനേഴ്സ് എന്താണോ റെഗുലേറ്റേഴ്സ് പറഞ്ഞിട്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഏറ്റവും ക്വാളിഫൈഡും സർട്ടിഫൈഡും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പിന്നെ ഈ ഗ്രൂപ്പിൽ തന്നെ പെട്ട ആളുകൾ ജിയോജിത്തിൻ്റെ റിസർച്ച് ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആയിട്ടുള്ള, അപ്പോൾ ക്വാളിറ്റി അഡ്വൈസ് എൻഷുർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മെയിനായിട്ട്. പിന്നെ അതേപോലെ തന്നെ വേറൊരു കാര്യം കൂടി ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഈ സർവീസ് പ്രോഡക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സർവീസ് അല്ല ഇത്. അല്ല, ഞങ്ങളുടെ മെയിൻ ഫോക്കസ് പ്രോഡക്റ്റ്. നമ്മൾ ഒരു പ്രോഡക്റ്റ് സെല് ചെയ്യുന്നില്ല, മനസ്സിലായല്ലോ. നമുക്കിവിടെ വേറെ താല്പര്യങ്ങളൊന്നുമില്ല. വേറെ താല്പര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടി നോക്കുന്ന സമയത്ത് സ്റ്റെപ്സ് വുഡ് ബി ദ ബെസ്റ്റ് ഓപ്ഷൻ. ബാക്കി നിങ്ങൾ ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ കൺവിൻസ്ഡ് ആയിക്കോളൂ. ഓഹരി വിപണിയിലെ നിക്ഷേപം വിപണിയിലെ നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപിക്കുന്നതിന് മുൻപ് ബന്ധപ്പെട്ട എല്ലാ രേഖകളും കൃത്യമായി വായിച്ചു ഉറപ്പുവരുത്തേണ്ടതാണ്.